ഉത്തരം കിട്ടുന്ന എന്തുകൊണ്ട് റസൂൽ പഠിപ്പിച്ചില്ല? ഇതൊക്കെ രസം മാല തന്നെ വൈരുദ്ധ്യമുണ്ട്. എന്തെന്നറിയോ? അല്ലാതെ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവർ കൈപീഡിപ്പഞ്ഞാനെന്നോവർ. അല്ലാതിനെ കൊല്ലുന്ന നാൾ ഞാൻ ഉണ്ടായിട്ടില്ല. അന്ന് ഞാൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അവരുടെ കൈ ഞാൻ പിടിക്കുമായിരുന്നു. അല്ലാതെ മുഹമ്മദ് നബിക്കും ശേഷം വന്ന ആളാണ്. നബിന്റെ കാലത്ത് ഞാനുണ്ട്, ഇബ്രാഹിം നബിയുടെ കാലത്ത് ഞാൻ, അല്ലാദിന്റെ കാലത്ത് ഞാൻ ഉണ്ടായില്ല. അപ്പൊ നാലിച്ചൊക്കെ ഇതിനാ വൈരുദ്ധ്യം എന്ന് പറയാ. അപ്പോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോ മുഹയ്യദീശനോട് ഈ തേടുന്നതിന് തെളിവ് പറഞ്ഞ എന്താ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചുപോയവരെ ജീവിപ്പിച്ചില്ലേ? അപ്പൊ പിന്നെ എന്തേ മുഹയ്യദീൻ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ അനുമതി പ്രകാരമാ എന്നാ നിങ്ങളുടെ വാദം പൊടിയുന്ന ലേഖനം കാണണോ? ഒന്ന് കേട്ടോ, സുന്നത്ത് മാസിക പേജ് 12 1987 ഡിസംബർ ലക്കത്തിലൂടെ കാണാ. എന്താണെന്നറിയോ? ഓക്കെ, തങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ ഒരു വ്യക്തി മാത്രമായ ഞാൻ എന്റെ അനുമതി പ്രകാരം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചാൽ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ഉന്നതനെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? ഇതിന്റെ വിഷയം ജീലാനിയും പാതിരിയും എന്നാണ് അതിന്റെ ഹെഡിങ്ങിന്റെ പേര്. പാതിരി പറയാ ഞങ്ങളുടെ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാം മരിച്ചുപോയൊരു ജീവിതത്തിൽ നിങ്ങൾ മുഹമ്മദ് നബി ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇയാള് മുഹയ്യദീൻ മറുപടി കൊടുത്തു. മുഹയ്യദീൻ അല്ലാട്ടോ, ഇവര് കൊടുക്കണ മറുപടിയാണ്. പറയാണ് അത് ഈസാ അലൈഹിസ്സലാം ജീവിപ്പിച്ചത് എങ്ങനെയാ? അള്ളാന്റെ അനുമതി പ്രകാരമാണ്. എന്നാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഞാൻ എന്റെ അനുമതി പ്രകാരം ഞാൻ ജീവിപ്പിക്കും. എന്നിട്ട് പാതിരിയെയും കൊണ്ട് സെമിത്തേരിയിലേക്ക് ചെന്നു. മരിക്കാൻ വേണ്ടി ജീവിപ്പിക്കാൻ പറഞ്ഞ ആളുകളുടെ ഖബർ അയാളുടെ ശ്മശാനം കാണിച്ചു കൊടുക്കുമ്പോ മുഹയ്യദീൻ പറയാക്കും എന്റെ അനുമതി പ്രകാരം നീ എഴുന്നേൽക്ക്. അള്ളാന്റെ അനുമതിയല്ല, എന്റെ അനുമതി പ്രകാരം നീ എഴുന്നേൽക്കെന്ന് പറയുമ്പോ ആ മനുഷ്യൻ ഇതാ എഴുന്നേറ്റ് വരുന്നു. എന്നിട്ട് പറയാം അവിടെ തന്നെ പോയി കിടന്നോ. കണ്ടോ? ഇത് അവിടെ മാത്രമല്ല, എവിടെ എഴുതി വെച്ചെന്നറിയോ? സുന്നത്ത് മാസിക 1987 പേജ് 12. ഇനിയോ റിസാല 1992 ഒക്ടോബർ, അതിലെ പേജ് നമ്പർ 13. രണ്ടിടത്ത് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ അല്ല കൊടുത്ത കഴിവല്ല. ഈസാ നബിക്ക് എന്താ പറഞ്ഞ? അല്ല കൊടുത്ത കഴിവ്. ഇവര് മുഹയ്യദീൻ വെച്ചു കൊടുത്തതോ അദ്ദേഹത്തിന്റെ കഴിവ്, എന്റെ കഴിവ് പ്രകാരം എഴുന്നേൽക്കൂ എന്നുള്ളതാണ് തെളിവ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം വാറോലുകളൊന്നും അല്ലാഹു അല്ലാത്തവരോട് തേടാൻ തെളിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ അദ്ദേഹം പറയാ ബിദ്അത്തുകൾ സമുദായത്തിലൂടെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞതിന് ബിദ്അത്ത് കൊണ്ടുവരാൻ തെളിവ് പറഞ്ഞെന്നറിയോ? ഒന്ന്, മരിച്ചു കഴിഞ്ഞാൽ തസ്ബീഹ് ചൊല്ലുന്നില്ലേ? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്നിങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നില്ലേ? അത് വഹാബികളെ പുതുതായി കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ള വാദം ഇതാണ്. അവിടെ തസ്ബീഹ് ചൊല്ലാൻ പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയാ, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസ്അലൂ ലഹു തസ്ബീഹ്. നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോ, അയാൾക്ക് ഖബറിലൂടെ സ്ഥൈര്യം കിട്ടാ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോ. പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഏത് ലെഫ്റ്റിലാണെങ്കിലും പഠിച്ചവനോട് പറയുന്ന അതാ എന്റെ സഹോദരന് ഖബറിൽ സ്ഥൈര്യം കൊടുക്കണേ എന്ന് നമുക്ക് ചൊല്ലാം. അത് ആളുകൾക്ക്, അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ എന്ത് ചെയ്തിരുന്നു? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് അറിയുന്ന ചൊല്ലിയെടുക്കും. ഇപ്പൊ നമ്മൾ അങ്ങനെ ചൊല്ലിക്കൊടുക്കലുമില്ല. ഇപ്പൊ മറവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരും കൂടെ പറയല. ഇനി ഞാൻ ചോദിക്കട്ടെ മൊയ്ലിയാരോട്, ഇത് ബിദ്അത്താന്ന് പറയുകയാണെങ്കിൽ ഇത് ചൊല്ലിക്കൊടുത്തതിന്റെ പേരിൽ ഖബറിലേക്ക് അടിച്ചിട്ട മുജാഹിദുകൾ വരെ ഉണ്ട് ഇവിടെ. തസ്ബീഹ് ചൊല്ലിയതിന്റെ പേരിൽ കുത്തിയ ഖബറിൽ മയ്യത്ത് വെക്കുന്നതിന് മുമ്പ് അടിച്ചിടപ്പെട്ട ആളുകളുണ്ട്. തെളിവ് വേണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് തരാം. ഒരു പേര് വേണമെങ്കിൽ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ആലപ്പുഴയുടെ മണ്ണഞ്ചേരിയിലെ ഹംസ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ
ഒരു മുജീബ് സുല്ലമി എന്ന് പറയുന്ന ഒരു പ്രഭാഷകന്റെ പിതാവാണ് അദ്ദേഹത്തെ ഖബറിൽ അടിച്ചിട്ടതാണ് ഒരു എക്സാമ്പിൾ. എന്തിന്റെ പേരിൽ? എന്നിട്ട് ഇന്ന് ഇത് ചൊല്ലാത്ത ഇവിടുത്തെ ഖുറാഫികളുണ്ടോ നമ്മുടെ ഇടയിൽ? ഇല്ല. എല്ലാ സമസ്തക്കാരനും ചൊല്ലുന്നവരല്ലേ. ഇത് ബിദഅത്താണ്, നിങ്ങൾ എന്തിനാ ചൊല്ലി നടക്കുന്നത് അല്ലേ? അത് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നടക്കുക. അത് നമ്മള് പഠിപ്പിച്ചു കൊടുത്തപ്പോ എല്ലാ കാര്യവും അങ്ങനെയാണ്. മദ്രസ പാടില്ല, പിന്നെയോ മദ്രസ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഞങ്ങളാണ് മദ്രസ ആൾക്കാർ, അങ്ങനല്ലേ? മദ്രസ തുടങ്ങിയപ്പോ എന്താ പറഞ്ഞേ? ഒരു കാലവും മദ്രസയോട് അവലിയിലെ മീമാ, ജഹന്നമിന്റെ ആഖിറിലെ മീമാ. ഒരു കാലത്തും കുട്ടികളെ മദ്രസയെ പറഞ്ഞേക്കാൻ പാടില്ല. കാരണം മദ്രസ എന്ന് എഴുതുമ്പോ അതിന്റെ ആദ്യത്തിൽ കാണുന്ന മീമ ജഹന്നമെന്ന് എഴുതുമ്പോ അതിന്റെ അവസാനത്തിൽ കാണുന്ന മീമ. കുട്ടികളെ മദ്രസയെ പഠിപ്പിച്ചാൽ അതിന്റെ പര്യാവസാനം നരകമാണ്. ഇത് വെറുതെ പറഞ്ഞത്, അതിന് ന്യായീകരണമുണ്ട്. എന്താ? ഉസ്താദ് നിൽക്കുന്നതും കുട്ടികൾ ഇരിക്കുന്നതും അദബ് കേട്. ബോർഡിന്റെ മേലെ ചോക്ക് കൊണ്ട് ഖുർആൻ എഴുതുമ്പോ അതിന്റെ ചോക്കുപൊടി താഴെ വീണാൽ അത് ചവിട്ടുന്നത് ഹുർമത്ത് കേട്. ഇപ്പൊ ഉസ്താദ് കിടക്ക നിന്നിട്ട് തന്നെയല്ലേ പഠിപ്പിക്കുന്നേ, ബോർഡുമ്പോ തന്നെയല്ലേ ഖുർആൻ എഴുതുന്നേ. ഇനി മാർക്കർ ഉപയോഗിക്കുന്നുണ്ടോ അല്ലാഹു ആലം, എന്നാലും തുടക്കണ്ടേ, റെസ്റ്റോറന്റ്. അപ്പോ നിങ്ങൾ ആലോചിച്ചോക്കെ, ഇതൊക്കെ അന്ന് കാലത്ത് പറഞ്ഞ ഫത്വ. ഇപ്പൊ മാറിയോ? അത് മാറിയോ? അപ്പൊ നിങ്ങൾക്ക് മാറ്റുണ്ടാക്കി തന്ന ഞങ്ങളെ ഏത് കാര്യത്തിലും. മലയാളം പഠിക്കാൻ പാടില്ല, ആരിനെഴുത്താൻ പഴച്ചു പോകും. ഇന്ന് മലയാളം മീഡിയങ്ങൾ പഠിക്കണില്ലേ? ഉണ്ട്. ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷ. അന്ന് നമ്മൾ പറഞ്ഞു, അഥവാ ഇനി നരകത്ത് പോയാൽ ഒരു തുള്ളി ദാഹജലം ചോദിക്കാനെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണേ, അല്ലേ? ഇന്ന് ഇംഗ്ലീഷ് മീഡിയം അതിനു വേണ്ടി പഠിക്കുന്ന മൊയ്ലിയന്മാർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ വരെ തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് ആധുനിക കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അത് ആരെ പഠിപ്പിച്ചേ? ഞങ്ങളാണ്. തലയിൽ മുടിവെക്കാൻ ആരാ പഠിപ്പിച്ചേ? മുടിവെക്കാനുള്ള അധികാരം തങ്ങന്മാർക്ക് മാത്രമാണ്. സാധാരണക്കാരന് മുടിവെക്കാൻ അധികാരമില്ല. താനൂരിന്റെ പാവപ്പെട്ട സാധാരണക്കാരോട്, പ്രായം വന്നവരോട് ചോദിച്ചോ, ആരാ പഠിപ്പിച്ചെന്നേ? മുജാഹിദേരാ, അല്ലേ? ചീർപ്പെടുക്കാനും അതുകൊണ്ട് മുടി ചീകല് സുന്നത്താണെന്നും പഠിപ്പിച്ചതാരാ? മുജാഹിദുകളാണ്, സലഫുകളാണ്. ഇന്നത് പഠിച്ചില്ലേ? ഇല്ലേ? എല്ലാ കാര്യത്തിലും ഞങ്ങൾ പഠിപ്പിച്ചെന്നാൽ നിങ്ങൾ നന്നാവും. പല കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ടുണ്ട്, പലതും അങ്ങനെയാണ്. ഖുർആൻ ക്ലാസ് ഖുർആൻ ക്ലാസ്സിലാക്കലാണ്. ഇന്ന് ഇക്ക സമസ്തക്കാരുടെ ഒരു വക, അപ്പുറത്ത് AP സമസ്തക്കാരെ ചെല്ലുന്നതും പറയുന്നതൊക്കെ ജാറങ്ങളുടെ കഥയും അതിന്റെ പിരിവും പണ്ടും ആഭരണമൊക്കെ പിരിക്കാനാണെങ്കിലും പേര് ഖുർആൻ ക്ലാസ് ആണല്ലോ. ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ കാഫർ മുർത്തദ്ദുമാകും സമസ്ത ഫത്വ. ഇപ്പോഴോ പരിഭാഷകൾ ഇറക്കിയില്ലേ? ഉണ്ട് പ്രിയമുള്ളവരെ. ഇങ്ങനെ പല കാര്യങ്ങളിലും ഞങ്ങളുടെ മാതൃക ഞങ്ങൾ കാണിച്ചേരും, നിങ്ങളത് ഏറ്റെടുക്കുക. ഖുർആൻ ക്ലാസ് തുടങ്ങി. അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ളിൻ്റെ ഉള്ളാണ് പള്ളി ഹറാം, അല്ലേ? ഇപ്പൊ ഹറാം മാറി. യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇനി അറിയണോ? നിങ്ങൾ നോക്കിക്കോ, കൊളപ്പുറത്തിന്റെ മണ്ണില് വളാഞ്ചേരിയും മലപ്പുറവും കണക്ട് ചെയ്യുന്ന, നോക്കണേ, അങ്ങ് കൊളപ്പുറത്തിന്റെ മണ്ണിൽ, കൊളപ്പുറം ബസ് സ്റ്റാൻഡിന്റെയും ജംഗ്ഷന്റെയും ഇടയിൽ പാടത്തിലെ വയലിനോരത്തോട് ചേർന്നൊരു പള്ളിയുണ്ട്. ഒരേ ഒരു എൻട്രൻസ്, ബാത്റൂമിലേക്കും പള്ളിയിലേക്കും ഹൗസിലേക്കും സ്ത്രീകൾക്കും ഒരൊറ്റ എൻട്രൻസ്. ആ പള്ളിയിൽ, നമ്മുടെ പള്ളിയിലെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി കബോർഡ് വെച്ച് തിരിച്ച പോലെ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ എവിടെ? പള്ളിയുടെ ഉള്ളിൽ സ്ഥലം. നോക്കിക്കോ, എവിടെ? നമ്മുടെ കുളപ്പുറത്ത്. വ്യക്തമായി പറഞ്ഞ അലവി സക്കാഫില്ലേ, അയാളുടെ നാട്ടിലെ പള്ളിയിലാ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇതൊക്കെ നമ്മുടെ സമുദായത്തിൽ എത്തിയില്ലേ? അവിടെ പള്ളിയിലേക്ക് എത്തി പല കാര്യങ്ങളും. ഇതുപോലെ നോക്കി, പെണ്ണെഴുത്ത് പഠിക്കാൻ പാടില്ല. 1971 മണ്ണാർക്കാട് പ്രമേയത്തിൽ സ്ത്രീയെങ്ങാനും എഴുത്തു പഠിച്ചാൽ അവർ പ്രണയലേഖനങ്ങൾ എഴുതുമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ മാറ്റിപ്പോയോ? ഇന്നും പിൻവലിച്ചിട്ടില്ലാത്ത ഫത്വ. നോക്കണേ, നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കോ, ഖുർആന് പഠിക്കാൻ പാടില്ല. നോക്കണേ, ഇന്നും പിൻവലിച്ചിട്ടില്ലല്ലോ. EK ഹസൻ മുസ്ലിയാരുടെ തഹ്ദീറുൽ ഇഖ്വാമിൻ തർജമത്തുൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം.
അതിന്റെ 16-ാമത്തെ പേജിൽ ഖുർആനും പൊതുജനങ്ങളുമായുള്ള ബന്ധവുമെന്ന ടൈറ്റിലിൽ എഴുതി വെക്കുകയാണ്, ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം പുണ്യവുമില്ല. ഖുർആൻ പഠിക്കണ്ട. പിന്നെ കൊടുത്തതോ പക്ഷിപ്പാട്ട്, കുറത്തിപ്പാട്ട്, മാലപ്പാട്ട്, കുപ്പിപ്പാട്ട്, അല്ലേ കപ്പപ്പാട്ട്. കപ്പപ്പാട്ട് പറഞ്ഞാൽ സഫീനത്ത് മാല, അതിന്റെ അവലോപിച്ച്, അതിന്റെ മലയാളം കപ്പൽപ്പാട്ട് അവലോപിച്ച രീതിയാണ് കപ്പപ്പാട്ട്. എന്റെ വ്യാഖ്യാനമല്ല, റഹ്മത്തുള്ള ഖാസിമി മുത്തേടത്തിന്റെ വ്യാഖ്യാനം. അപ്പൊ നോക്കേ, ഇതിലിങ്ങനെ നമ്മുടെ ഉമ്മാര് ഓതു കൊടുത്തിട്ട് കിബിലക്ക് മുന്നിട്ട് ഇങ്ങനെ പാടുക. ചിച്ചിലെന്നും ജിൽജിലെന്നും കൽപ്പതീനോഷ ഓഷ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞു നോക്കിയ നേരം കുറത്തി തന്റെ മരവലിയാർ കണ്ടോ, എങ്ങോ നിന്നോ വന്നിടുന്നോ നീ കുറത്തി പെണ്ണെ, കുറത്തി ഞാനും ഒന്ന് പെറ്റാൽ 10 പെറ്റാമേനി, ഫാത്തിമ ബി 10 പെറ്റാൽ 1 പെറ്റാമേനി. നേരന്മാരിപ്പിന് പൊതുവെടുത്ത് പേറിന്റെ കണക്ക് പറയല. ഇതാണ് ഉമ്മത്തിന്റെ അവസ്ഥ, ഇല്ലേ? ഇതുണ്ടോ ഇല്ല നിങ്ങൾ പരിശോധിച്ചത്. ഇത് അധികം പ്രായമുള്ള അടുത്തൊന്നും പോകണ്ട. ഇപ്പൊ എനിക്ക് ഈ കുറത്തിപ്പാട്ട് പാടി പരിചയം, പക്ഷെ പക്ഷിപ്പാട്ട് നല്ല പരിചയം. എനിക്ക് പഠിപ്പിച്ചത് മുജാഹിദായതിന്റെ ശേഷം പ്രസംഗത്തിൽ പറയാൻ വേണ്ടി എന്റെ ഉമ്മ പറഞ്ഞതാണ്, ഈ പാടിത്തന്നതാണ്. സംഭവം എന്താന്ന് വെച്ചാല് അവർക്ക് പോലും അറിയാം. അതായത് 10-47 വയസ്സേ പ്രായമായിട്ടുള്ളൂ. അപ്പൊ അത്രയും ചുരുങ്ങിയ കാലയളവിലുള്ള ആൾക്കാർക്ക് പോലും എന്തറിയാം? അതിന്റെ കുറച്ച് 20 കൊല്ലം മുമ്പുള്ളവർക്ക് വരെ അറിയാം കുറത്തിപ്പാട്ട്. ഇനി ഷിയാക്കളുടെ ചരിത്രം പറഞ്ഞ പക്ഷിപ്പാട്ട്, ഇതെല്ലാം ഇവര് പഠിപ്പിച്ച ഖുർആൻ വേണ്ട, ഇല്ലേ? റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു പക്ഷി വന്നിട്ട് പരാതി പറയാ. എന്താണെന്നറിയോ? സുബഹിന്റെ നേരത്തോരോ മുട്ടായിട്ടോ ഞാൻ, ളുഹറിന്റെ നേരത്തും മുട്ടായൊന്നിട്ടോ ഞാൻ, മേൽമാസറിനായി കോട്ടിൽ ഞാൻ ചെല്ലുമ്പോ എന്റെ ഈണപ്പക്ഷി ആട്ടി പുറത്താക്കി, എന്റെ ഈണപ്പക്ഷി ചോദിക്കും നിന്നോട്, ഇട്ടുള്ള മുട്ട ഹലാലോ ഹറാമോന്ന്. നബിയെ, സുബഹിന്റെ നേരത്ത് ഞാനൊരു മുട്ടയിട്ടോ, ളുഹറിന്റെ നേരത്തും ഞാനൊരു മുട്ടയിട്ടോ, അസറിന്റെ നേരത്ത് മുട്ടയിടാൻ വേണ്ടി ഞാൻ എന്റെ കൂട്ടിലേക്ക് ചെല്ലുമ്പോ 40 കൊല്ലക്കാലം എന്നോട് കൂടെ ഇണങ്ങി പുറത്തിരുന്ന അക്ബർ സദക്ക എന്ന് പറയുന്ന ആൺപക്ഷി അവനെന്നെ ആട്ടിപ്പുറത്താക്കി. നബിയേ, അവൻ എന്നോട് ചോദിക്കുകയാണ്, നീ ഇട്ടുള്ള മുട്ട ഹലാലാണോ അതോ ഹറാമാണോ? അഥവാ നീ വേലിച്ചാടിയോടിയും. ആ പക്ഷി പറയാ, റസൂലുള്ളാഹിന്റെ അടുക്കൽ പരാതി. ഹബീബ് പറഞ്ഞേക്ക, അക്ബർ സദക്കാനെ ഭർത്താവായ ആൺപക്ഷിയെ വിളിച്ചുകൊണ്ടുവരാൻ. എവിടേക്ക്? തുരസീന പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന അക്ബർ സദക്ക എന്ന് പറയുന്ന ആൺപക്ഷിയുടെ അടുക്കലേക്കോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുമ്പോ ബിലാൽ ചെന്നുകൊണ്ട് പറയുന്നു, അക്ബർ സദക്ക, നിന്നെ മക്കത്തെ റസൂൽ വിളിക്കുന്നു എന്ന് പറയുമ്പോ ആ പക്ഷി പറയുകയാ, ലോകമായ ലോകങ്ങൾ മുഴുവനും ഞാൻ താണ്ടിയവനാണ്, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഞാൻ കേട്ടവനാണ്, പക്ഷേ നീ പറയുന്ന പ്രവാചകനെ ഞാനറിയില്ല. രണ്ടാമതായി റസൂലുള്ളാഹി പറഞ്ഞേക്കുന്നത് ആരെയാണെന്നറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കിടന്നു ചെല്ലുമ്പോ ആ പക്ഷിതാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിഹസിച്ചുവത്രേ. നീ ഉക്കാല ചന്തയിൽ ഖാലിദിനോട് തോറ്റ ഉമൈറല്ലടാ, നീയാണോ എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു, നീ എന്നെ പരിഹസിക്കണ്ട, നിന്റെ മക്കത്തെ റസൂൽ വിളിക്കുന്നുണ്ട്. പക്ഷെ പറയാ, എനിക്ക് ഒരുപാട് നബിമാരുടെ കഥ അറിയാം, പക്ഷേ നീ പറയുന്ന പ്രവാചകനെ ഞാൻ അറിയില്ല. അവിടെന്ന് നോക്കണേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഒരു വ്യാഴവട്ടക്കാലം മുഴുവനും പാതിരാവാദകളിലൂടെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിരുന്ന കഥയില്ലേ, ഞാനെങ്ങാനും തിരിച്ചു പോയാൽ ഇനി അടുത്തതായി കടന്നു വരുന്നത് ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയാ. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉസ്താദുമാര് പറയില്ലേ, ആരാണ് അലി എന്നറിയോ നിങ്ങൾക്ക്?
ആരാണ് അലി എന്നറിയോ? കടന്നു വരുന്നത് അലിയാ. ഖാതീലുൽ കുഫാരീന ളാരിബോനു കൻകസുറൻ കസുറ അലി ഹൈദർ അസദുല്ലാഹി അൻഹു റളിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയാ. അലിയെങ്ങാനും ഇവിടെ കടന്നു വന്നാൽ അലിന്റെ ദുൽഫുഖാർ എന്ന് പറയുന്ന വാളിന്റെ മേല് നിന്റെ തല അവിടെ ചിഹ്നിച്ചു തരുമെന്ന് ആ പക്ഷിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോ അവിടുന്ന് പക്ഷി പറഞ്ഞു പത്ര മക്കത്തെ അലിയോട് പറയല്ലേ. മക്കത്തെ അലി അറിയാ, മക്കത്തെ റസൂലുള്ളാഹിനെ അറിയൂല്ല. ഈ ഷിയാക്കളുടെ ചരിത്രം ആരുണ്ടാക്കിയതാ? ഒരു കാലഘട്ടത്തിൽ അറബി മലയാളത്തിലോട് പിന്നെ മലയാള പുസ്തകങ്ങളായിട്ട് അവിടെ നിന്ന് ഒരു കാലത്തെ ഇടവേളക്ക് ശേഷം ഇന്ന് MP3 സീഡികളായി ഇറക്കിയതാരാ? ഇന്നും പല പള്ളികളിലൂടെ വാളിന്റെ മുമ്പ് പള്ളികളിലൂടെ ഇതാ ബോക്സിലൂടെ ഇടുന്ന കേസറ്റ് പക്ഷിപ്പാട്ടാണെങ്കിലോ ആര് പഠിപ്പിച്ച ഉമ്മത്തിന്റെ മേലോ ഇങ്ങനെ അള്ളാന്റെ ഖുർആനിൽ നിന്ന് അകറ്റി നിർത്തുന്ന വാറോലകൾ കിടന്നു വരുമ്പോ ഖുർആനിലേക്ക് വരണേ, ഹദീസിലേക്ക് വരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ ഞങ്ങൾ നയിച്ചപ്പോ അതിന് കൊഞ്ഞനം കുത്തിയവരോട്, അതിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞവരോട് ഖുർആന് വീടിന്റെ 4 മൂലകളിലൂടെ കുടിച്ചിട്ടോ പള്ളിയിലെ മൊയ്ലാരെ കൊണ്ടുവന്ന് ഖത്തമോദി വഴങ്ങിക്കോ എന്നിങ്ങനെ ഖുർആന് വിൽക്കാനുള്ള സംവിധാനം മാത്രം കണ്ടിട്ടോ ആ ഖുർആന് പഠിക്കണ്ട എന്ന് പറഞ്ഞവരോട് നിങ്ങൾക്ക് മുമ്പിലൂടെ ഞങ്ങൾ ഖുർആന് വെച്ചപ്പോ ഇന്ന് അല്പമെങ്കിലും അംഗീകരിച്ചില്ലേ? ഞങ്ങളുടെ വഴികളിലൂടെ വന്നില്ലേ? ഇന്ന് ഖുർആൻ ക്ലാസ്സുകൾ തുടങ്ങി, അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇതേപോലെ തസ്ബീഹിന്റെ നമ്മളാരും ഇങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുത്ത ബാക്കിയുള്ളവർ ചൊല്ലുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളെല്ലാരും എന്ത് ചെയ്യാ? ഓരോരുത്തർക്കും അവിടെ റസൂൽ പറഞ്ഞ പോലെ വസ്സലൂലഹു തസ്ബീഹ്, ആ മയ്യത്തിന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ? അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അല്ലേ? മൊയ്ലന്മാരിൽ ഞാൻ തിരിച്ചു വയ്ക്കട്ടെ, ഇത് പ്രവാചകൻ ഹദീസിന്റെ അടിസ്ഥാനത്തില് നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നേ. അത് അവിടെ കൂടി എല്ലാവരോടും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ബാധ്യതയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക നല്ലത്. എന്നാൽ അവിടെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കൊടുക്കാൻ ആരാ പഠിപ്പിച്ചേ? മയ്യത്തിന്റെ തലഭാഗത്ത് പോയി പറഞ്ഞു കൊടുക്കുക, കോപ്പി അടിക്കാൻ. നിന്റെ അടുക്കൽ മുൻകറുൻ നകീറും വന്നാൽ അവർ നിന്നോട് നിന്റെ റബ്ബാരാണ്, നിന്റെ ഇമാമാരാണെന്ന് തുടങ്ങി ചോദിച്ചാൽ അപ്പൊ നീ പറഞ്ഞോ അല്ലാഹുവാണ് എന്റെ റബ്ബ്, ഖുർആനാണ് എന്റെ ഇമാം എന്ന് നീ പറഞ്ഞോ. ട്യൂഷൻ എടുത്തു കൊടുക്കുക തലഭാഗത്തിരുന്നിട്ട്. എന്തിന്? ഞങ്ങൾ പോയ മലക്കൾ വരും, അവര് മാന്യന്മാരാണ്, ഊക്കന്മാരാണ്, ഇന്നെ പോലൊക്കെ ചോദിക്കും, അപ്പൊ ഇന്നെ പോലൊക്കെ മറുപടി പറഞ്ഞു കൊടുത്തോ എന്ന് കോപ്പി അടിക്കാൻ പറഞ്ഞു കൊടുക്കാൻ ആരെ പറഞ്ഞേ? അല്ലേ? അതിനുള്ള ഹദീസും നിങ്ങൾ ഉദ്ധരിക്കും അല്ലേ? നമ്മളോട് തസ്ബീത്തിന്റെ മേൽ എന്നിട്ട് അത് ഏറ്റുപിടിച്ച് നടക്കും ചെയ്യാം. ഇനി നിങ്ങൾ ആലോചിച്ചു, ഇത് നിങ്ങൾക്ക് ആരെയും ട്യൂഷൻ മണ്ണിന്റെ മേലെ എഴുതി പേപ്പറിൽ എഴുതി ഒരു കവിത എഴുതി ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി കൊടുക്കുക. പല നാട്ടിലും പലത് എഴുതി കൊടുക്കുക. ഇത് എഴുതി മണ്ണിന്റെ കൂടെ വെച്ചുകൊടുക്കുക. നിങ്ങളോട് ആരാ പറഞ്ഞത് യൂണിവേഴ്സിറ്റി എക്സാം കോപ്പടിക്കാൻ ആണോ? ഈ വക സമ്പ്രദായങ്ങളൊക്കെ നിങ്ങളോട് ആരാ പഠിപ്പിച്ചേ? എന്നിട്ട് കബറിൽ പറഞ്ഞു കൊടുക്കുക വൽ ഖുർആനു ഇമാമി. മൊയ്ലിയാരെ പള്ളിക്കാട്ടുന്ന റോട്ട് കൊണ്ടിട്ട് ചോദിക്കുക, ആരോ നമ്മുടെ അത് ഷാഫി ഇമാമ, അത് ഷാഫി ഇമാമ. മയ്യത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക വൽ ഖുർആനു ഇമാമി. നമുക്ക് ഇമാമത്തെ കാണിച്ചെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അതിന്റെ ഗ്രന്ഥം ഏതാ ചോദിച്ചു? ഖുർആനാണ്. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഉത്തരം പറയാമെന്നൊന്നും ആരും വിചാരിക്കേണ്ടതൊക്കെ നിങ്ങൾ ആരാ പഠിപ്പിച്ചേ? ോ അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ ബിദ്അത്തുകൾ കൊണ്ടുവന്ന ആളുകളാണ്. എന്നിട്ടോ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് തെളിവ് പറഞ്ഞെന്നറിയോ? നോക്കണേ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ ഹബീബിനെ നിന്ദിക്കുന്ന ഈ വാറോലകൾ കൊണ്ടുവന്നപ്പോ ഇതൊന്നും അരുതെന്ന് പറയുന്നതിന് ഇവിടെ വന്ന് ഇതാ വില പോകാത്ത പഴയൊരു അടവെടുക്കുകയാണ്. മുജാഹിദുകൾ റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞില്ലേ? അള്ളാന്റെ ഹബീബിനെ സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ പിടിച്ചോ. പേരോട് അബ്ദുറഹ്മാൻ
സഖാഫി ഉണ്ടല്ലോ, ഈ കെ സമസ്തക്കാർക്ക് മുടി വിഷയത്തിലൂടെ മറുപടി കൊടുക്കുമ്പോ പറയാ, അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പോലും പറഞ്ഞിട്ടുണ്ട്. 1950 കാലഘട്ടങ്ങളില്. അന്ന് മുതലേ ഞങ്ങൾക്കുള്ള വാദം അതാ. ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയാ. ഇപ്പൊ അലവി സഖാഫിയുടെ മുഖാമുഖത്തിൽ, പിന്നെ അതുപോലെ തന്നെ ഇയാളും, പിന്നെ സുലൈമാൻ സഖാഫി മാളിയേക്കൽ റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ ഉന്നയിച്ചപ്പോ ഒരു പാവപ്പെട്ട ഒരു സാധു ആ ലേഖനം എടുത്ത് വായിക്കാൻ വേണ്ടി വായിച്ചിട്ട് ആ വരിയുടെ അവിടെ എത്തിയപ്പോ വരി മൈക്ക് സമയക്കില്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ വായിക്കുന്ന ആൾക്ക് വായിക്കാൻ സമ്മതിക്കണില്ലേ? അതിന്റെ ബാക്കിയുണ്ട്. എന്താ? അള്ളാഹുവിന്റെ ഹബീബ് മനുഷ്യപ്രകൃതിയില്ല, ഭക്ഷണം കഴിക്കുന്ന, അങ്ങാടികളിൽ പോകുന്ന, കുടുംബജീവിതം നയിക്കുന്ന. കാരണം എന്താണെന്നറിയോ? പ്രവാചകന്മാരെ കടന്നു വരുമ്പോ ജനത പറയുകയാണ്, അവിടുന്ന് ഖുർആനിലൂടെ 23-ാം അധ്യായത്തിലൂടെ കാണാ, ഇൻഹുവ ഇല്ലാ റജുലുൻ മിസ്ലുക്കോ, ഇവൻ നിങ്ങളെ പോലുള്ള മനുഷ്യനാണ് എന്ന് ഒരു ഭാഗത്ത് പറയുന്നു, മറ്റൊരിടത്ത് പറഞ്ഞില്ല, യഅകുലു മിമ്മാ തഅകുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ. നമ്മൾ കുടിക്കുന്ന പോലെ കുടിക്കുന്നുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അവര് പറയാ, അല്ലാഹു ഒരാളെ പ്രവാചകനായി നിയോഗിക്കണമായിരുന്നുവെങ്കിൽ ലഅൻസല മലായിക, വല്ല മലക്കുകളെയും അയക്കുമായിരുന്നില്ലേ? മാ സമഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ. നമ്മുടെ കാക്കക്കാരന്മാർ ഇങ്ങനെ പറയുന്നതായി നമ്മൾ കേട്ടിട്ടില്ല. എന്ത് പറഞ്ഞപ്പോഴാ പറഞ്ഞേ? അള്ളാഹിനെ മാത്രം ആരാധിക്കാവുന്ന നൂഹ് നബി പറഞ്ഞു. 23-ാം അധ്യായം 23-ാമത്തെ വചനം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ല നിങ്ങൾക്ക് യാതൊരു ആരാധനയില്ല. അപ്പൊ അവര് പറയാ, ഇവൻ നമുക്കിടയിൽ ആളാവാൻ നോക്ക്, നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ. നമ്മുടെ കാക്കക്കാരന്മാരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് പറഞ്ഞില്ലല്ലോ? അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ നൂഹ് നബിയുടെ കാലത്തെ ധിക്കാരികൾ. അപ്പൊ കണ്ടോ? അപ്പൊ ആളുകൾ പറയും, നബിമാരെ എന്താ അള്ളാഹ്ക്ക് ഒരു നബീനെ അയക്കണമെങ്കിൽ മലക്കുകളെ അയച്ചാ പോരെ, എന്തിനാ ഈ മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നേ? അതിനുള്ള മറുപടിയാണ് റസൂലുള്ളാഹിയാണ്. മനുഷ്യ പ്രകൃതിയുണ്ട്. എന്നാ സാധാരണ മനുഷ്യരെ പോലെയാണോ? അല്ല പ്രിയമുള്ളവരെ, ആ ഹബീബിന് അള്ളാഹാന്റെ വഹിയുള്ള നബിയാ, അള്ളാഹാന്റെ വഹിയുള്ള പ്രവാചകനാണ്, ആകാശ ലോകവുമായി ബന്ധമുള്ള നബിയാ. ആ റസൂലുള്ളാഹിന്റെ വിയർപ്പുണ്ടല്ലോ, അത് കസ്തൂരിയെക്കാളും സുഗന്ധമുണ്ടായിരുന്നു. ആ ഹബീബിന്റെ വിയർപ്പിന് പോലും പ്രത്യേകതയുണ്ട്. അവിടത്തെ ഉമിനീരിൽ പോലും ബറക്കത്തുണ്ട്, ശിഫയുണ്ട്. റസൂലുള്ളാഹിന്റെ മുടിക്ക് പോലും ബറക്കത്താ. അതൊരു സാധാരണ മനുഷ്യനല്ല. നോക്കണേ, മുഅ്ജിസത്തുള്ള പ്രവാചകനാ. അത് പറയാൻ മുജാഹിദുകളുടെ ലേഖനങ്ങളിൽ നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് കട്ട് വായിച്ചുകൊണ്ട് വെറും ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന അറുപ്പിന്തിരിപ്പൻ വാദങ്ങളെ പുറങ്കാലുകൊണ്ട് വലിച്ചെറിയാ. ഇനിയും സമയമായില്ലേ? ഇനിയും സമയമായില്ലേ? എന്തിനായി കള്ളത്തരങ്ങളെ പേര് നടക്കുന്നത്? ആദർശബലമില്ലാഞ്ഞിട്ടാണോ? തെളിവുകളുടെ പിൻബലമില്ലാഞ്ഞിട്ടല്ലേ? ഞങ്ങൾ പറയാത്ത വാചകോ, ഞങ്ങൾ ഉന്നയിക്കാത്ത വാചകോ ഇല്ലെങ്കിൽ ഇതാ ഞങ്ങളെ വെല്ലുവിളിക്കുകയാ. തെളിയിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ വാക്കുകളോ, ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ ലേഖനങ്ങളോ, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ലേഖനങ്ങളോ, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഞങ്ങൾ എഴുതി വെച്ചതായിട്ട് കാണിക്കാൻ പറ്റോ? അള്ളാന്റെ ഹബീബിനെ വെറും ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുവോ? ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാണിക്ക കൊട്ടാരത്തിലോ മണിമുത്ത, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഹബീബ, ഞങ്ങളുടെ കരളിന്റെ കാതല ആ മുത്താണ്. ആ അല്ലാഹുവിന്റെ ഹബീബിന്, ആ മുത്ത് നേതാവിനെ ഞങ്ങൾ സാധാരണ മനുഷ്യനാക്കുമോ? എന്നാ നിങ്ങളല്ലേ സിദ്ദീഖ് മൗലിദിലോട് അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവിലൂടെ കളവ് വന്നു എന്ന് കള്ളം പറഞ്ഞു എന്ന് സിദ്ദീഖ് മൗലിദിലോട് എഴുതി വെച്ചപ്പോ അതിനെതിരെ പടപൊരുതിയവരാണ് ഞങ്ങള്. അറിയോ നിങ്ങളുടെ TK അബ്ദുള്ള മുസ്ലിയാർ എഴുതിയ പരിഭാഷയിലോ? അറിയോ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് DYFI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ അനിൽ കുമാർ എന്ന് പറയുന്ന പ്രാസംഗികർ അല്ലാഹുവിന്റെ ഹബീബ്
ഹബീബ് വളർത്തുമകന്റെ ഭാര്യയെ പ്രണയിച്ചവനാണ് എന്ന് അനിൽകുമാർ പ്രസംഗിച്ചപ്പോ അതിനെതിരെ ചാറ്റ് ചെയ്തവരോട്, അതിനെതിരെ വാട്സപ്പിലൂടെ മെസ്സേജ് കൊടുത്തവരോട്, അതിനെതിരെ വാഗ്വാദങ്ങൾ നടത്തിയവരോട്, അതിനെതിരെ പ്രസംഗിച്ചവരോട് എന്തവകാശം നിങ്ങൾക്ക് പറയാ? അനിൽകുമാറിനോട് ഫോൺ വിളിച്ചു പറഞ്ഞത് ആരാന്നറിയോ? മുജാഹിദ് ബാലുശ്ശേരി നേർക്ക് നേരെ ഫോൺ വിളിച്ച് സംസാരിച്ചവരാ. കാരണം ഞങ്ങളുടെ പ്രത്യേകത, ഏത് വലിയ മന്ത്രി ഇസ്ലാമിനെതിരെ പറഞ്ഞാലും ആ സമയത്തെ ഞങ്ങൾ തിരുത്തുന്നവരാ. നിങ്ങൾക്കറിയോ അനിൽകുമാറിന് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? നിങ്ങൾക്ക് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാൻ TK അബ്ദുള്ള മുസ്ലിയാർ വിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതിയപ്പോ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ ആയത്തിന്റെ തഫ്സീർ, അങ്ങനെ പ്രവാചകൻ അവര് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുക്കുകയാ. പിന്നീട് പ്രവാചകൻ അവരെ കാണുകയോ മനസ്സിൽ മോഹമുണ്ടാവുകയോ അവരൊന്ന് ഡൈവോഴ്സ് ചെയ്ത് കിട്ടിയാൽ ഹബീബിന് വിവാഹം കഴിക്കാമായിരുന്നു എന്ന് റസൂലുള്ളാഹിന്റെ മനസ്സിലോട് ഗോപ്യമാക്കി വെച്ചു എന്ന് നിങ്ങൾ തഫ്സീർ എഴുതിയപ്പോ അള്ളാന്റെ ഹബീബിനെ നിന്ദിച്ചവരോ, അള്ളാന്റെ ഹബീബിനെ നിന്ദിച്ചവരോ, അള്ളാന്റെ ഹബീബിനെ അവഗണിച്ചവരോ ഞങ്ങളെ വിട്ടുതരൂല്ല, ഞങ്ങളുടെ പ്രവാചകനെ വിട്ടുതരൂല്ല. അത്രമാത്രം നെഞ്ചകത്ത് കൊണ്ട് നടക്കുന്ന നബിയാ. മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ വിരാജിക്കുന്ന രാജകുമാരനാ ഞങ്ങളുടെ മുത്താ, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബിന്റെ നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിക്ക് നേരെ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫസക്ക അബൂബക്കർ സക്ക, ഒരൊറ്റ അടിയങ്ങ് വാപ്പാന് കൊടുക്കുമ്പോ വാപ്പ നിലത്ത് വീഴുകയാ, വാപ്പ നിലത്ത് വീഴുകയാ. ആ വാപ്പാനെക്കാളും സ്നേഹം ഹബീബിന് കൊടുത്ത ദീന അതുണ്ടോ ഞങ്ങളുടെ ജീവിതത്തില്? അതുകൊണ്ട് ഞങ്ങളുടെ നബിക്ക് നേരെ നിങ്ങൾ പറഞ്ഞു പോയ ഞങ്ങളുടെ മുഴുവൻ അണികളുടെയും ശിരസ്സരത്തെ താഴിയിട്ടാലും ആ നാവ് അവിടെ കിടന്നുകൊണ്ട് പറയൂ, അവിടുത്തെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് നേരെയായി ഇവരുടെ കയ്യേറ്റം. എന്നിട്ട് നമുക്ക് നേരെ പറയാം, നമ്മള് റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു എന്നാണ് മറ്റൊരു വാദം. ഇനിയോ ഇവർക്കെതിരെ തെളിവുദ്ധരിച്ചാൽ പറയും, ആ തെളിവൊന്നും നമുക്കിറങ്ങിയ തെളിവുകളല്ല. അങ്ങനെ ഇപ്പോ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറഞ്ഞു, ആരെങ്കിലും ഈ പരിപാടിക്ക് അടിയുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ തടസ്സം ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഇവിടുത്തെ പരാജിത. അതായത് പാടത്ത് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയാൽ ഒരു ടീം അടിയുണ്ടാക്കും. ആരാ? ജയിച്ചിരിക്കുന്ന ടീം അല്ല, തോക്കാൻ പോണ ആളാ. അപ്പൊ ഗോളടിച്ച് ഇങ്ങനെ 3-1 നിൽക്കാൻ കളി തീരാൻ 2 മിനിറ്റേ ഉള്ളൂ. എങ്ങനെയായാലും 2 മടക്കി കൊടുക്കാനുള്ള സമയമല്ല. ഉടൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അടിയുണ്ടാക്കിയിട്ട് അതങ്ങോട്ട് കലാസാക്കാൻ നോക്കും. അപ്പൊ അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 സ്വഭാവങ്ങൾ എവിടെയും നമുക്ക് കാണാം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജൂത വേദം കിട്ടിയ ആളുകൾ, ജൂത ക്രിസ്ത്യാനികൾ വന്നിട്ട് പറഞ്ഞു, വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറ. 2-ാം അധ്യായത്തിലെ 111-ാമത്തെ വചനം, യഹൂദിയോ നസ്രാനിയോ ആയാലല്ലാതെ സ്വർഗത്ത് പോവില്ല എന്ന് പ്രവാചകനോട് തർക്കിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് കല്ലെടുത്തെറിയട, കൂക്ക് വിളിക്കട, ബഹളുണ്ടാക്കുന്ന ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? കുൽഹാത്തു ബുർഹാനക്കും ഇൻ കുന്തും സ്വാദിഖീൻ. സത്യസന്ധന്മാരാണെങ്കിൽ ആ തെളിവ് എടുക്ക്, ബ്രിങ് ദ എവിഡൻസ്. അത് റസൂലുള്ളാഹിന്റെ സമീപനം. എന്നാൽ അവിടെ നിന്ന് അബൂജഹലും കൂട്ടരും ഖുർആൻ കേട്ട പറഞ്ഞില്ല, ഈ ഖുർആൻ കേൾക്കണ്ട, അതിനെതിരെ കൂക്ക് വിളിച്ച ബഹളം ഉണ്ടാക്കിക്കോ, എന്നാ നമുക്ക് ജയിക്കാൻ. ഞാനത് പറഞ്ഞു അല്ലേ, നമ്മുടെ സാധനം മിക്ക പ്രസംഗത്തിൽ ഇത് പറയലുണ്ട്. ഇവിടെ 2 കൾച്ചറുകളാണ്, 2 സ്വഭാവങ്ങളാണ്. ഒന്ന് റസൂലുള്ളാഹിന്റെ സ്വഭാവം, ഒന്ന് മക്ക മുശ്രിക്കുകളുടെ സ്വഭാവം. അതിന് മുമ്പ് കുൽഹാത്തു ബുർഹാനക്കും ആയത്തോ ഇതിന് പറയാൻ എന്താ അറിയോ? അത് മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്താണ്. അപ്പൊ ഇവരുടെ കണക്കെന്തായാലും കൊള്ള. അതാണ് ഇവിടെ നിങ്ങൾ തെളിയിച്ചത് തന്നെയാണ്. കാരണം എന്താ അറിയോ? കുൽഹാത്തു ബുർഹാനക്കും ആർക്കെതിരെ വന്നു? റസൂലിന് മുമ്പ് വന്ന ജൂത ക്രിസ്ത്യാനിക്ക്. റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്ന അബൂജഹലിന് ഇറങ്ങിയ ആയത്തേതാ? ഖുർആനെതിരെ കൂക്ക് വിളിക്കുന്നു. അപ്പൊ അവർക്ക് അതിനോടാ താല്പര്യം അല്ലേ? ഇത് ജൂതന്മാർക്ക് ഇറങ്ങിയ. നമ്മൾ ആലോചിച്ചൊക്കെ നല്ല കാട്ടായി അടിച്ച് പോണ ഒരുത്തനെ പിടിച്ചിട്ട് പറയടോ കള്ളു കുടിക്കാൻ പാടില്ല, അവന്റെ കിക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഇതൊക്കെ ശൈത്താന്റെ പാതകളാണ്, ഒഴിവാക്കണം.
അപ്പൊ അവൻ പറയാ കുല്ല് മുസ്കരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കാറാം. അത് ഞാൻ കുടിച്ച പനങ്ങളൊന്നുമില്ല, മക്കാ മുശ്രിക്കിൽ കുടിച്ചിരുന്ന മുന്തിരിക്കള്ളിനെ പറ്റിയിട്ടാ പറഞ്ഞേ അല്ലേ? അങ്ങനെ അത് ലഹരി ഉണ്ടാക്കുന്ന എല്ലാ ഹറാമന്നെ. അന്ന് മുന്തിരിക്കള്ളാണ്, ഇന്ന് പനങ്കള്ള്, ഏതാണെങ്കിലും കണക്കാ വേണ്ട അല്ലേ? ഇവിടെ ഒരു കൾച്ചർ പഠിപ്പിക്കുമ്പോ അത്തരക്കാരോട് പോലും റസൂൽ ഏത് സമീപനം സ്വീകരിച്ചോ അത് വേണ്ട അല്ലേ? ശിർക്ക് ചെയ്യരുതെന്നായത് അവർക്കും അത്തങ്ങിയത്. ആരൊക്കെ ശിർക്ക് ചെയ്തോ അവർക്കൊക്കെ അത് ബാധകൻ. ഇനി ഇതൊക്കെ ഇവരെ ഏതായത്തോ അത് അവർക്ക് ഇറങ്ങിയതാണ്. ഞാൻ ചോദിക്കാം, ഇപ്പോ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞു മുസ്ലിങ്ങൾക്കിടയിൽ ശിർക്ക് ചെയ്യുന്ന പല ആളുകളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ഇവിടെ പല പ്രാസംഗിക എവിഡൻസ് കാണിക്കാൻ പറ്റും. പലപ്പോഴും ജാറങ്ങളിൽ പോയി സുജൂദ് ചെയ്ത് ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് അറിയാതെ പറഞ്ഞു പോയ പ്രാസംഗികരുണ്ട് ഇവരെ കൂട്ടത്തിൽ. എന്താണെങ്കിലും മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് ഇവർ സമ്മതിച്ച സ്ഥിതിക്ക് അവരോട് ഓതാനുള്ള ഖുർആനിലെ ആയത്ത് നിങ്ങളൊന്ന് പറഞ്ഞുണ്ടാകും. ഏതായത്തോദ്യമായി ഞങ്ങൾക്കല്ല മക്ക മുസ്ലിങ്ങൾക്ക്. എടോ, ആ തെറ്റ് ആര് ചെയ്തോ അവർക്ക് മുഴുവനും ആ വിഷയം ബാധകമാണ്. അത് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് സെപ്പറേറ്റ് അല്ല, എല്ലാവർക്കും അത് ബാധകമാണ്. അതുകൊണ്ട് ആ തെറ്റിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ കുൽഹാത്തു ബുർഹാനക്കും ഞാൻ ഉദ്ധരിച്ചത് ഒരു കൾച്ചർ പഠിപ്പിക്കാന്. നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും വന്നിട്ട് പ്രവാചകനെതിരെ പറയുമ്പോഴും മാന്യമായ സമീപനം സ്വീകരിച്ച